ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും ഒരുപാട് ചിന്തകളാണ്. ഞാൻ ഇന്നത്തെ ദിവസം ചെയ്ത കാര്യങ്ങൾ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തെന്ന് ചെയ്യണമെന്ന്. എൻ്റെ ജോലിയിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ആ വിചാരിച്ചതിൻ്റെ ഒന്നും ഒട്ടും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഒരു പകുതി പോലും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആൾ വളരെ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോഴത്തേന് ഉറക്കത്തെ അത് അഫക്റ്റ് ചെയ്യുന്നു. വല്ലാതെ ടെൻഷനിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ചില സമയങ്ങളിൽ സ്റ്റൊമക്ക് അപ്സെറ്റ് ആവുന്ന പോലെയൊക്കെ അനുഭവപ്പെടുന്നു. ഒരു വിധത്തിലുള്ള സമാധാനം ഇല്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ആളുടെ ഒരു കാര്യം നമ്മൾ ചോദിച്ചപ്പോഴേക്കും ചെറുപ്പകാലം തൊട്ടേ ഹൈ സ്റ്റാൻഡേർഡ്സ് എല്ലാ കാര്യങ്ങളിലും ആൾ വെക്കുന്ന ഒരാളാണ്. ആളൊരു കാര്യം ചെയ്ത ആൾ ഒന്ന് പഠിക്കാനായിട്ട് തീരുമാനിച്ചു. ആ പഠിക്കുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. അത് 90% ഒന്നുമല്ല, 100% തന്നെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ആൾ കീപ്പ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എൻ്റെ 100% ഞാനവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് ഒരു ശതമാനമെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട്, അതൊരു വലിയ കുറവായിട്ട് തന്നെയാണ് ആൾ കാണുന്നത്. അപ്പോൾ പണ്ട് തൊട്ടേ നല്ല രീതിയിൽ പഠിച്ചു വരികയും വളരെ ചിട്ടയായിട്ടുള്ള രീതിയിൽ പോയി. പക്ഷേ പഠിത്തത്തിലൊക്കെ ഒത്തിരി ഓവർ ഫോക്കസ്ഡ് ആയിരുന്നുകൊണ്ട് ഫ്രണ്ട്സൊക്കെ വളരെ കുറവാണ്. ഇന്നിപ്പോൾ ഒരു ടെൻഷൻ വന്നാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആരും ഇല്ലെന്നുള്ളൊരു പ്രശ്നം ആൾ അനുഭവപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ ഹൈ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് ആൾ വളരെ റിജിഡായി മാറുകയും നമ്മളൊരു ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി എന്ന് പറയും. അതായത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എല്ലാം എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും, സ്വന്തം കാര്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധ സ്വഭാവത്തിലേക്ക്, അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് തന്നെ ആൾ മാറിപ്പോയൊരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഹൈ സ്റ്റാൻഡേർഡ്സ് ഡെഫിനറ്റ്ലി നമ്മളൊരു കാര്യം ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഹൈ സ്റ്റാൻഡേർഡ്സ് വെക്കണം. നമ്മൾ ഉഴപ്പി ഒരു കാര്യം ചെയ്താലൊന്നും നമുക്ക് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ ഹൈ സ്റ്റാൻഡേർഡ്സ് ഒരുപാട് വെക്കുന്നു. ഇപ്പോൾ നമുക്ക് സുഖമില്ലെന്ന് വിചാരിക്കുക, നമുക്ക് പനിയാണെന്ന് വിചാരിക്കുക, നമുക്ക് ഈ ഹൈ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഒരു സെൽഫ് ബ്ലെയിമിലേക്കും എന്നെക്കൊണ്ട് പറ്റുന്നില്ല, അപ്പോൾ ഞാൻ അത്ര യൂസ് ഉള്ള ഒരാളല്ല, യൂസ്ലെസ് ആണെന്നൊക്കെ അങ്ങനെ സ്വയം ലേബിൾ ചെയ്തൊക്കെ പോകുന്നത് വലിയ അപകടമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഹൈ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഏതാണെന്നും കൂടി നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ചില സമയങ്ങളിൽ നമുക്ക് സുഖമില്ലാതിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ടെൻഷൻ പിടിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 60%, 70% ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ ഏറ്റവും മാക്സിമം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരു മനുഷ്യനായാലും അങ്ങനെ എപ്പോഴും എല്ലാ കാര്യത്തിലും 100% സാധ്യമാകണമെന്നില്ല. കാരണം അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചിലപ്പം വേണ്ടെന്ന് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ഉറക്കം